നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. ഇരിങ്ങാലക്കുട ചേലൂരിൽ 2 വയസ്സുകാരി കാറിടിച്ചു മരിച്ചു. ചേലൂർ മണാത്ത് ബിനോയിയുടെ മകൾ ഐറീനാണ് മരിച്ചത്. തൃശൂർ പൂരം കലക്കലിലെ അന്വേഷണ റിപ്പോർട്ട് തള്ളി തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം അധികൃതർ രംഗത്ത്. മിനിമം വേതനം അടിസ്ഥാനമാക്കി ബോണസ് അനുവദിക്കണമെന്ന് റബ്ബർ എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ AITUC പാലപ്പള്ളി വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിൽ അലോപ്പതി ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്നു വിതരണവും സംഘടിപ്പിച്ചു. ബാലസംഘം കൊടകര ഏരിയ സമ്മേളനം കടമ്പോട് വെച്ച് സംസ്ഥാന കമ്മിറ്റി അംഗം ആയിഷ നിക്മ ഉദ്ഘാടനം ചെയ്തു. മണ്ണുത്തിയിൽ MDMA-യുമായി യുവാവ് പിടിയിൽ, അറസ്റ്റിലായത് എറണാകുളം സ്വദേശി. വാർത്തകൾ വിശദമായി. ഇരിങ്ങാലക്കുട ചേലൂരിൽ 2 വയസ്സുകാരി കാറിടിച്ചു മരിച്ചു. ഇരിങ്ങാലക്കുട ചേലൂരിൽ 2 വയസ്സുകാരി കാറിടിച്ചു മരിച്ചു. ചേലൂർ മണാത്ത് ബിനോയിയുടെയും ജിനിയുടെയും മകൾ ഐറിനാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെയാണ് അപകടമുണ്ടായത്. കുടുംബാംഗങ്ങൾക്കൊപ്പം ചേലൂർ പള്ളിയിൽ ആരാധനയ്ക്കായി എത്തിയതായിരുന്നു. പള്ളിയിലേക്ക് കയറുന്നതിനിടെ മുന്നോട്ടെടുത്ത കാറിനടിയിൽപ്പെട്ടാണ് അപകടമുണ്ടായത്. ഉടൻ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂർ പൂരം കലക്കലിലെ അന്വേഷണ റിപ്പോർട്ട് തള്ളി തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം അധികൃതർ രംഗത്ത്. റിപ്പോർട്ട് ഇങ്ങനെ ഉണ്ടാകുമെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാമെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K. ഗിരീഷ് കുമാർ പറഞ്ഞു. തൃശൂർ പൂരത്തിന്റെ തുടക്കം മുതലേ പാളിച്ചകൾ മനസ്സിലായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 7-8 കൊല്ലമായി പല ഉത്തരവിറക്കി ബുദ്ധിമുട്ടിക്കുന്നുവെന്ന് പാറമേക്കാവ് സെക്രട്ടറി G. രാജേഷ് പറഞ്ഞു. വനം വകുപ്പാണ് പൂരം തകർക്കാൻ മുന്നിലുള്ളത്. ജുഡീഷ്യൽ എൻക്വയറിയിൽ കാര്യമില്ല. CBI അന്വേഷണം തന്നെ വേണം. യഥാർത്ഥ കുറ്റക്കാർ പുകമറയുടെ പിന്നിൽ നിന്ന് ചിരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയെന്ന ആരോപണത്തിന് വിധേയനായ ആൾ തന്നെ പൂരം കലങ്ങിയതിൽ ബാഹ്യ ഇടപെടൽ ഇല്ല എന്ന റിപ്പോർട്ട് സമർപ്പിക്കുന്ന പരിഹാസ്യമായ കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് എന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ കമ്മീഷണറെ ബലിയാടാക്കി കൈകഴുകി. ഇതിനപ്പുറം ഒരു റിപ്പോർട്ട് ആരും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. മിനിമം വേതനത്തെ അടിസ്ഥാനമാക്കിയുള്ള ബോണസ് കുടിശ്ശിക ഉൾപ്പെടെ വിതരണം ചെയ്യാൻ ആവശ്യമായ നടപടികളും ഇടപെടലും സംസ്ഥാന സർക്കാർ സ്വീകരിക്കണമെന്ന് റബ്ബർ എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ AITUC പാലപ്പള്ളി 54-ാം വാർഷിക സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. തൊഴിലാളികളുടെ നിയമപരമായ ചികിത്സാ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന മാനേജ്മെന്റുകളുടെ നടപടികൾ പ്രതിഷേധാർഹമാണെന്നും സമ്മേളനം കുറ്റപ്പെടുത്തി. ഇക്കാര്യത്തിൽ തൊഴിൽ വകുപ്പ് ഇടപെടണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. MA ജോയ് അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, AITUC മണ്ഡലം സെക്രട്ടറി CU പ്രിയൻ, CPI വരന്തരപ്പള്ളി ലോക്കൽ സെക്രട്ടറി ബിനോയ് ഞെരിഞ്ഞാമ്പിള്ളി, പാലപ്പള്ളി ലോക്കൽ സെക്രട്ടറി MB ജലാൽ, ജുമൈലത്ത്, നിമ്മി സുഭാഷ്, യൂണിയൻ ജനറൽ സെക്രട്ടറി TK സുധീഷ്, PB മനോജ്, KK രവി, PA ഹുസൈൻ എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി MA ജോയ് പ്രസിഡന്റ്, TK സുധീഷ് ജനറൽ സെക്രട്ടറി, ചക്രോഡി സെയ്തലവി ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. എത്രയോ വർഷം മുമ്പാണ് ലോകത്തിൽ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ വന്ന നമ്മുടെ തൊഴിലാളി സൗകര്യം ആ യോഗത്തിൽ വെച്ചിട്ടാണ്. കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിൽ അലോപ്പതി ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്നു വിതരണവും സംഘടിപ്പിച്ചു. മരിയാപുരം സെന്റ് മർത്ത ഹോസ്പിറ്റലിന്റെയും അഷ്ടവൈദ്യൻ തൈക്കാട്ട് മൂസ് വൈദ്യരത്നം ഔഷധശാലയുടെയും സഹകരണത്തോടെയാണ് ക്യാമ്പുകൾ സംഘടിപ്പിച്ചത്. വികാരി ഫാദർ ജോസഫ് പൂത്തുക്കാരൻ ഉദ്ഘാടനം ചെയ്തു. കൈക്കാരൻ വർഗീസ് രായപ്പൻ അധ്യക്ഷനായി. സിസ്റ്റർ ഡോക്ടർ ശോഭിത, ഡോക്ടർ നിമിഷ, ഡോക്ടർ ജിമിൽ, റോയ് പാറക്കൽ, സിജോ വട്ടക്കുഴി എന്നിവർ പ്രസംഗിച്ചു. 150ഓളം പേർ ക്യാമ്പിൽ ചികിത്സ നേടി. ഓണം പ്രമാണിച്ച് രോഗമൊക്കെ മാറി
ആ രോഗത്തിന് മാറ്റി നിർത്തിയിട്ട് ഓണം ആഘോഷിച്ച് പിന്നീട് വരാമെന്ന് വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കും അല്ലേ? നിങ്ങൾ വന്നിട്ടുണ്ട്. പൂർണ്ണ സപ്പോർട്ട് നൽകിക്കൊണ്ട് നമ്മുടെ വികാരിയച്ഛൻ ഈയൊരു ഇതിൽ ആശയത്തിലേക്ക് എല്ലാ സൗകര്യങ്ങളും നമുക്ക് ചെയ്തു തന്നു. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ സുഖത്തെ കൊല്ലുന്ന പല അസുഖങ്ങളും നമ്മുടെ ഇടയിലുണ്ട്. ചിലത് നമ്മളറിയാതെ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. കോളേജിൽ നിന്ന് പല സ്ഥലങ്ങളിൽ പോയിട്ട് ക്യാമ്പുകളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ആയുർവേദത്തെ സംബന്ധിച്ച് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒറ്റ ഒരു അസുഖത്തിനൊരു മരുന്ന് എന്നതിലുപരി ഞങ്ങൾ ഓണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഓരോ പരിപാടികളുമായി ബന്ധപ്പെട്ട് ഓരോ ക്യാമ്പുകൾ നടത്താറുണ്ട്, ചെയ്യാറുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അച്ഛനോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ക്യാമ്പ് ലീഡ് ചെയ്യുന്നത് 2 ഹോസ്പിറ്റലുകളിൽ ചേർന്നിട്ടാണ്, 2 സ്ഥലങ്ങളിൽ ചേർന്നിട്ടാണ്. ഒന്ന് സെൻറ്റ് മർത്ത ഹോസ്പിറ്റൽ മഞ്ചേരിയിലുള്ളത്, സിസ്റ്റർ ശോഭിക ഹോസ്പിറ്റലിൻ്റെ ഡോക്ടറാണ്. ബാലസംഘം കൊടകര ഏരിയ സമ്മേളനം കടമ്പോട് വെച്ച് സംസ്ഥാന കമ്മിറ്റി അംഗം ആയിഷ നിഹ്മ ഉദ്ഘാടനം ചെയ്തു. ദേവികൃഷ്ണ അധ്യക്ഷയായി. സ്വാഗത സംഘം ചെയർമാൻ PK രാജൻ, ബാലസംഘം ജില്ലാ കോർഡിനേറ്റർ അമൽ റാം, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഭുവന രാജൻ, വൈസ് പ്രസിഡന്റ് അനുരാഗ് മംഗലശ്ശേരി, എക്സിക്യൂട്ടീവ് അംഗം KS ദേവിക, ഏരിയ കോർഡിനേറ്റർ PN വിഷ്ണു, കൺവീനർ CV സുധ, ജോയിന്റ് കൺവീനർ PC സുബ്രൻ, CPM കൊടകര ഏരിയ കമ്മിറ്റി അംഗം PC ഉമേഷ്, SFI ഏരിയ സെക്രട്ടറി TS ഷാനിത് എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി ആവണി അനിൽകുമാർ, പ്രസിഡന്റ്, MS ആദർശ്, സെക്രട്ടറി, PN വിഷ്ണു, കോർഡിനേറ്റർ, CV സുധ, കൺവീനർ എന്നിവരെ തെരഞ്ഞെടുത്തു. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 23 ലിറ്റർ വിദേശ മദ്യവുമായി ഒരാൾ തൃശൂർ എക്സൈസ് സംഘത്തിന്റെ പിടിയിലായി. തൃശൂർ റേഞ്ച് എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ CN മനോജ് കുമാറും സംഘവും നടത്തിയ പരിശോധനയിലാണ് മാടക്കത്തറ വെള്ളാനിശ്ശേരിയിൽ നിന്നും അനധികൃതമായി വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 500 ml 46 കുപ്പികളിലായി 23 ലിറ്റർ വിദേശ മദ്യം പിടികൂടിയത്. സംഭവത്തിൽ മാടക്കത്തറ വെള്ളാനിശ്ശേരി സ്വദേശി നാട്ടക്കൽ വീട്ടിൽ 45 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് അറസ്റ്റിലായത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സതീഷ് കുമാർ, പ്രിവന്റീവ് ഓഫീസർ മുജീബ് റഹ്മാൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ തൗഫീഖ്, ബിജു, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ദുർഗ എന്നിവരുടെ നേതൃത്വത്തിലാണ് മദ്യം പിടികൂടിയത്. MDMAയുമായി യുവാവ് പിടിയിൽ. മണ്ണുത്തി മുടിക്കോട് നിന്നുമാണ് 29 ഗ്രാം MDMAയുമായി യുവാവ് പോലീസ് പിടിയിലായത്. എറണാകുളം കളമശ്ശേരി സ്വദേശി നജീബിനെയാണ് പീച്ചി പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് നടത്തിയ പരിശോധനയിൽ പിടികൂടിയത്. മുപ്പളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ യോഗം നടത്തി. യോഗത്തിൽ ചെയർമാൻ KN ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ TG ശ്രീജിത്ത്, PTA പ്രസിഡന്റ് CK സന്ദീപ് കുമാർ, ഔസേബ് ചെരടായി, P ശ്രീജിത്ത്, PA മോഹനവല്ലി, ET ഷിഹാസ് എന്നിവർ പ്രസംഗിച്ചു. അവസരത്തിനുണ്ടെങ്കിൽ നമുക്ക് അത് നടപ്പാവുമെങ്കിൽ അത് തന്നെയാണ് നല്ലത്. ഇത്രയും കാലം നമ്മൾ കാത്തിരുന്നു. ഈ കെട്ടിടത്തിൻ്റെ ഒരു കുറിച്ച് മാറ്റം മാത്രമേ ഉള്ളൂ ഇതിന് തടസ്സം. അത് അങ്ങനെ തന്നെ നോട്ട വേണമെങ്കിൽ അപ്പോൾ നമ്മൾ പഠിച്ചു പോയി നമ്മുടെ മക്കൾ ഇവിടെ സ്കൂളിൽ പഠിക്കുന്നു. അപ്പോൾ അവരും കൂടുതൽ പൂർവ്വ വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഇവിടുത്തെ നിലവിലുള്ള PTA പ്രസിഡന്റ് നമ്മുടെ ഇന്നൊരു അനുഭവം കൊടുക്കാൻ പറ്റാത്ത ഒരു ഫാമിലി നമ്മുടെ നാട്ടിൽ കാണില്ല. പുതുക്കാട് വടക്കേത്തുറവ് ഗ്രീൻ അവന്യൂ റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തനം ആരംഭിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് മുഖ്യാതിഥിയായി. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ CC സോമസുന്ദരൻ, സെബി കൊടിയൻ, പെരുമറത്ത് വിഷ്ണുമായ ക്ഷേത്ര മഠാധിപതി PK സെൽവരാജ്, റെസിഡൻസ് അസോസിയേഷൻ രക്ഷാധികാരി P തങ്കം, VD ഷാബു, പ്രസിഡന്റ് ശരത് K ദാസ്, സെക്രട്ടറി നീതു ശരത് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഈ തുറവ് പ്രദേശം കേന്ദ്രീകരിച്ച് രണ്ടാമത്തെ ഒരു റെസിഡൻസ് അസോസിയേഷനാണ് ഒരു 1.5 വർഷത്തിനുള്ളിൽ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരെണ്ണത്തിൽ ഞാൻ തന്നെ നേരത്തെ ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിരുന്നു. പുതുക്കാട് സഹൃദയ നഗർ റെസിഡൻസ് അസോസിയേഷന്റെ കുടുംബ സംഗമവും ഓണാഘോഷവും നടത്തി. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് രാജേന്ദ്രൻ കിഴക്കൂടൻ അധ്യക്ഷനായി. TV ഗണേഷ്, അസോസിയേഷൻ സെക്രട്ടറി തോമസ് മംഗലൻ, ട്രഷറർ ഡേവിസ് പുത്തൻ പീടിക, ഈനാശു നടുവിൽ പീടിക എന്നിവർ പ്രസംഗിച്ചു.
ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. വളരെ നല്ലൊരു ആശയം. അത് നല്ലതാണ്. കാരണം വാഹനങ്ങൾ വരുമ്പോൾ അപകടങ്ങളില്ലാതിരിക്കാൻ നമ്മൾ പല സ്ഥലങ്ങളിലും ഇതുപോലെ മിററുകൾ, വലിയ വലിയ മിററുകൾ കണ്ടിട്ടുണ്ട്. അതിന് കേരള വിഷനോട് പറഞ്ഞെന്നാണ് പറയുന്നത്. അതുപോലെ റെസിഡൻസ് അസോസിയേഷന്റെ ആളുകളെ അറിയുന്നതിനും ഇതിനെപ്പറ്റി പറയുമ്പോൾ എല്ലാവരും നമ്മുടെ സെക്രട്ടറിയുടെ പ്രധാന കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. വളരെ വ്യക്തമായി അതിൻ്റെ വാരാചിത്രങ്ങളെ പറ്റിയും 5 വർഷമായി ഞങ്ങൾ പുതുക്കാട് താമസിക്കുന്നത്. കേരള വിഷൻ ചെയ്ത കാര്യങ്ങൾ ഓരോന്നോരോന്നായി പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ സഹകരണത്തിന് വേണ്ടി തുടർന്നും കേരള വിഷന്റെ ഭാഗത്ത് നിന്നും വോയിസ് ഓഫ് ഡിസേബിൾഡ് ജില്ലാ കമ്മിറ്റി കൊടകരയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വോയിസ് ഓഫ് ഡിസേബിൾഡ് ജില്ലാ പ്രസിഡന്റ് TN രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സിനിമാ സംവിധായകൻ ജിതിൻ രാജ് മുഖ്യാതിഥിയായി. സംസ്ഥാന പ്രസിഡന്റ് നാസർ മനയിൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് ജഗദീഷ്, വോയിസ് ഓഫ് ഡിസേബിൾഡ് സംസ്ഥാന സെക്രട്ടറി സൂരജ്, മോട്ടിവേഷണൽ സ്പീക്കർ ആൻസൺ കുറുമ്പന്തുരത്ത്, ഗായകൻ വിനോദ് കുന്നമ്പിള്ളി, പെപ്പിൻ ജോർജ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ദിവ്യ ഷാജു, പഞ്ചായത്ത് അംഗങ്ങളായ സ്വപ്ന സത്യൻ, CD സിബി, കോർഡിനേറ്റർ R ഗോപകുമാർ, സോണിയ ഷിബു, ജില്ലാ ട്രഷറർ മനാഫ് എന്നിവർ പ്രസംഗിച്ചു. യോഗത്തിൽ കനറ ബാങ്ക് നൽകുന്ന വിവിധ ഇനം സ്വയം തൊഴിൽ പരിശീലനങ്ങളെക്കുറിച്ചുള്ള ക്ലാസുകൾ ഉണ്ടായിരുന്നു. വിനോദ് കുണ്ടമ്പള്ളി, രാജേഷ് ഭാസ്കർ എന്നിവരുടെ ഗാനമേളയും നടത്തി. കൊണ്ട് വൈകല്യം സംഭവിച്ചവരുടെയോ അതല്ലെങ്കിൽ ആക്സിഡന്റ് മൂലം കൈകാലുകളൊക്കെ നഷ്ടപ്പെട്ടേക്കുന്ന ആളുകളുടെയൊക്കെ ഒരു ഗ്രൂപ്പും അവരുടെ ഒരു ഓർഗനൈസേഷനും ഒക്കെയാണ് നിങ്ങൾ കണ്ടിരുന്നെങ്കിലും രാപ്പാൾ വീനസ് ക്ലബ്ബ് ഓണാഘോഷവും കുടുംബസംഘവും നടത്തി. ഗായകൻ ശ്രീകുമാർ നന്ദിക്കര ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് സുനിൽ കൈതവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. ഇന്റർനാഷണൽ ബാഡ്മിന്റൺ താരം ബെന്നറ്റ് ആന്റണി സമ്മാന വിതരണം നടത്തി. ക്ലബ്ബ് മെമ്പർമാരുടെ മക്കളിൽ മികച്ച വിജയങ്ങൾ നേടിയ കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു. വൈസ് പ്രസിഡന്റ് ജോസ് സേവിയർ, സെക്രട്ടറി പ്രവീൺ പോൾ, ട്രഷറർ രാജീവ് എന്നിവർ പ്രസംഗിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി കൊടകര കണ്ടംകുളങ്ങര തെക്കുമുറി സമുദായത്തിന്റെ ആഭിമുഖ്യത്തിൽ വനിതകളുടെ ഓണംകളി മത്സരം സംഘടിപ്പിച്ചു. ശബരിമല മുൻ മേൽശാന്തി അഴകത്ത് മനക്കൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. മതിലകം ശ്രീ ഭദ്ര കലാവേദി, മതിലകം വിസ്മയ കലാവേദി എന്നീ ടീമുകൾ പങ്കെടുത്തു. പഞ്ചായത്ത് അംഗങ്ങളായ ഷിനി ജെയ്സൺ, റെക്സ് എന്നിവർ ട്രോഫികൾ സമ്മാനിച്ചു. ചർമ്മകാന്തി ലഭിക്കാനും മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാനും കേശ സംരക്ഷണത്തിനുമൊക്കെ കൃത്രിമ മാർഗങ്ങൾ ഇനി ഉപയോഗിക്കേണ്ട. മുഖക്കുരുവും കറുത്ത പാടുകളുമൊന്നുമില്ലാത്ത മുഖം സ്വന്തമാക്കാൻ വില കൂടിയ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ പിന്നാലെ പോകുന്ന യുവാക്കൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ചില പൊടിക്കൈകളുണ്ട്. റിപ്പോർട്ടിലേക്ക്. മുഖം നന്നായി തിളങ്ങാൻ മുന്തിരി മുറിച്ച് മുഖത്തുരസിയാൽ മതി. 15 മിനിറ്റിനു ശേഷം തണുത്ത വെള്ളത്തിൽ മുഖം കഴുകാം. ആഴ്ചയിൽ 3 ദിവസം മുഖത്ത് മുന്തിരി നീര് പുരട്ടാം. ഇത് ചർമ്മത്തിന് തിളക്കം നൽകാൻ സഹായിക്കും. വെള്ളരിക്ക നീര്, ഗ്ലിസറിൻ, റോസ് വാട്ടർ എന്നിവ യോജിപ്പിച്ച് മുഖത്ത് പുരട്ടി ഉണങ്ങുമ്പോൾ തണുത്ത വെള്ളത്തിൽ മുഖം നന്നായി കഴുകാം. ഈ മിശ്രിതം സൂര്യപ്രകാശമേറ്റുള്ള ചർമ്മത്തിന്റെ കരിവാളിപ്പ് മാറാൻ സഹായിക്കും. ചന്ദനവും മഞ്ഞളും പാലും ചേർത്ത് കുഴമ്പ് രൂപത്തിലാക്കി മുഖത്ത് പുരട്ടിയാൽ മുഖചർമ്മം കൂടുതൽ മൃദുലവും സുന്ദരവുമാക്കാം. ചർമ്മം മനോഹരമായിരിക്കാൻ മുത്തശ്ശിമാർ ഉപയോഗിച്ചിരുന്ന മറ്റൊന്നാണ് തേൻ. ഒരു ഫേസ് മാസ്കായി തേൻ ഉപയോഗിക്കാം. കോസ്മെറ്റിക്സ് ഉപയോഗിക്കാതെ തന്നെ തിളക്കമുള്ള ചർമ്മം നിങ്ങൾക്കും സ്വന്തമാകും. ഇത്തരം പാർശ്വഫലങ്ങളില്ലാത്ത വഴികളിലൂടെ സൗന്ദര്യം നിലനിർത്താൻ കഴിയും. മുഖത്തെ കറുത്ത പാടുകളും ചുളിവുകളും അകറ്റി ചർമ്മ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ഈ പൊടിക്കൈകൾ ഫലം ചെയ്യും. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. നടത്തറ ഗവൺമെന്റ് ITIയിൽ NCVT അംഗീകാരമുള്ള ഏകവത്സര കോഴ്സുകളായ വെൽഡർ, വുഡ് വർക്ക് ടെക്നീഷ്യൻ ട്രേഡുകളിൽ
സംവരണം ചെയ്ത സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ തുടരുന്നു. SSLC ജയിച്ചവർക്കും തോറ്റവർക്കും പ്രവേശനം ലഭിക്കും. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 30. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ ആദ്യ നമ്പർ 9497366243, അടുത്ത നമ്പർ 9745309589. പുതിയ സംരംഭം തുടങ്ങാൻ താൽപ്പര്യമുള്ളവർക്കായി കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് 5 ദിവസത്തെ വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നു. സെപ്റ്റംബർ 24 മുതൽ 28 വരെ കളമശ്ശേരി കീറ്റ് ക്യാമ്പസിലാണ് പരിശീലനം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9188922800. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6960 രൂപ, പവന് 55,680 രൂപ. വെണ്ടൂർ തരകൻ ഐനിക്കൽ പരേതനായ അഗസ്റ്റിൻ ഭാര്യ ഗ്രേസി അന്തരിച്ചു. 66 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. നിജി, നിവ്യ എന്നിവർ മക്കളും സൺസൺ മരുമകനുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ഇരിഞ്ഞാലക്കുട ചേലൂരിൽ 2 വയസ്സുകാരി കാറിടിച്ച് മരിച്ചു. ചേലൂർ മണാത്ത് ബിനോയിയുടെ മകൾ ഐറീനാണ് മരിച്ചത്. തൃശൂർ പൂരം കലക്കലിലെ അന്വേഷണ റിപ്പോർട്ട് തള്ളി തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം അധികൃതർ രംഗത്ത്. മിനിമം വേതനം അടിസ്ഥാനമാക്കി ബോണസ് അനുവദിക്കണമെന്ന് റബ്ബർ എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ AITUC പാലപ്പള്ളി വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിൽ അലോപ്പതി ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണവും സംഘടിപ്പിച്ചു. ബാലസംഘം കൊടകര ഏരിയ സമ്മേളനം കടമ്പോട് വെച്ച് സംസ്ഥാന കമ്മിറ്റി അംഗം ആയിഷ നിക്മ ഉദ്ഘാടനം ചെയ്തു. മണ്ണുത്തിയിൽ MDMAയുമായി യുവാവ് പിടിയിൽ, അറസ്റ്റിലായത് എറണാകുളം സ്വദേശി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.